ഹായ് സ്റ്റുഡൻസ്, നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ എംപ്ലോയി ബെനിഫിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ആയിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിൽ ഫസ്റ്റ് വൺ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെയാണ് സംസാരിച്ചിരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഇനി അതിൽ തന്നെ തിയറി പാർട്ട് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിനെ തന്നെ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിൽ തന്നെ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു four categories: regular period benefits, wages, salaries, short-term compensated absences, paid annual leaves. ലീവ് എടുത്താലും പേയ്മെന്റ് ചെയ്യും. ലീവ് കോമ്പൻസേറ്റഡ് ലീവ്സ്, മെറ്റേണിറ്റി ലീവ്, സിക്ക് ലീവ്സ്. എംപ്ലോയീസ് ലീവ് എടുത്തു കഴിഞ്ഞാലും പേയ്മെന്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് ബോണസ് payable within 12 months after the end of the period in which employee render the related services, non-monetary benefits, medical care, housing, cars, etc. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മളെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റുകളിൽ തന്നെയുള്ള റീക്ലാസിഫിക്കേഷൻസിലാണ്. ഇതിൽ കോമ്പൻസേറ്റഡ് ആബ്സെൻസസിന്, അതായത് എംപ്ലോയീസിന് ലീവ് എടുക്കാം. ആസ് യൂഷ്വൽ ലീവ് കൂടാതെ പെയ്ഡ് ലീവുകൾ കൊടുക്കാം. ലീവ് എടുത്താലും പേയ്മെന്റ് ചെയ്യാം. എംപ്ലോയറായ നമ്മുടെ സ്ഥാപനം പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ലീവ് അലൗഡഡ് ലീവാണ്. ബട്ട് എംപ്ലോയീസ് ലീവ് എടുത്തു കഴിഞ്ഞാലും ആ ലീവ് എടുത്ത ദിവസം നമ്മുടെ സ്ഥാപനം എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് അവിടെയും AS15 അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്. അതാണ് നമുക്ക് കുറച്ചുകൂടി ചിലപ്പോൾ എക്സാമിന് പ്രോബ്ലം പാർട്ടായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ അതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, ദ സ്റ്റാൻഡേർഡ് ലേസ്ഡ് ഓൺ സം ജനറൽ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഫോർ ഓൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്. There are further requirements in respect of short-term compensated absence and profit sharing and bonus plans. For further accounting treatment follow ചെയ്യണം. The general criteria is that enterprise should recognize as an expense unless another accounting standard permits a different treatment. The undiscounted amount of all short-term employee benefits attributable to service that been already rendered in the period. സാധാ മീൻസ് എക്സ്പെൻസസ് ആയിട്ട് P&L അക്കൗണ്ടിൽ റെക്കഗ്നൈസ് ചെയ്യാം. എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഓർ റെക്കഗ്നൈസ്, ദാറ്റ് ഈസ് അക്രൂവൽ ബേസിസ് ആണല്ലോ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ ലയബിലിറ്റി ആയിട്ടും എസറ്റ് ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ കാണിക്കാവുന്നതാണ്. അതിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. Entity XY is required to pay salary of ₹2 crores for the year 2021-22. 21-22 salary 2 crores ആണ്. It actually paid a salary of ₹1.90 crores ആണ് പേയ്മെന്റ് ചെയ്ത് അപ് ടു 31st March 2022. അപ്പോൾ കറണ്ട് അക്കൗണ്ടിങ് ഇയർ 2021-2022 ആണ്. 1 year സാലറി 2 crores ആണ്. ബട്ട് നമ്മുടെ സ്ഥാപനം ഓൾറെഡി പേയ്മെന്റ് ചെയ്ത് 1.90 crores ആണ്. ബട്ട് 2 crores സർവീസസ് ആണ് കിട്ടിയത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മാച്ചിങ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കലാണ് ഈ സ്റ്റാൻഡേർഡിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ 2 crores ബെനിഫിറ്റ് ആണ്, സർവീസസ് ആണ് എംപ്ലോയീസ് നൽകിയതെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ചെയ്ത് 1.90 crores ആണ്. അപ്പോൾ എക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ 9.90 crores പേയ്മെന്റ് ചെയ്യുമ്പോഴേ സാലറീസ് അക്കൗണ്ടഡ് ടു ക്യാഷ് ഔട്ട് ബാങ്ക് 1.90 crores ആണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 10 lakhs ആണ്. 10 lakhs ഈ വർഷം എന്തായാലും എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, എങ്കിലേ മാച്ചിങ് കോൺസെപ്റ്റ് കറക്റ്റ് ആവുള്ളൂ. സോ 10 lakhs എൻട്രി സാധാ ബേസിക് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണല്ലോ. സാലറി അക്കൗണ്ട് ഡേറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് ഓർ സാലറീസ് പേയബിൾ 10 lakhs ആണ്. അങ്ങനെ ഈ വർഷം ടോട്ടലി P&L അക്കൗണ്ടിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട സാലറി എക്സ്പെൻസസ് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് 1.90 crores ആണ് പേയ്മെന്റ് ചെയ്തതെങ്കിലും
സാലറി എക്സ്പെൻസസ് 2 crores തന്നെ ആയിരിക്കണം. സോ 2 crores എന്തായാലും P&L അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. സോ കറണ്ട് ഇയറിന്റെ ലാബിലിറ്റി സാലറീസ് പേയബിൾ ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് ബാലൻസ് 10 lakhs ആണ്. ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ 10 lakhs ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. സോ നെക്സ്റ്റ് ഇയറിൽ സാലറി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ സാലറി പേയബിൾ അക്കൗണ്ട് സെറ്റിൽഡ് ആവും. ദെൻ അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. And balance in April to the determine the actual cost to be recognized in the year 2021-22 and any amount to be shown through the balance sheet. So journal entry അടക്കം ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ജേണൽ എൻട്രി അടക്കം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എൻട്രി സാലറി ടോട്ടൽ സാലറി 2 crores ആണെങ്കിലും സാലറീസ് ക്യാഷ് പേയ്മെന്റ് ചെയ്ത് 1.90 crores ആണ്. സോ എൻട്രി സാലറീസ് അക്കൗണ്ടഡ് ടു ക്യാഷ് ഓർ ബാങ്ക് 1.90 crores. Then salary account dated to salaries payable 10 lakhs ആണ്. അങ്ങനെ സാലറി അക്കൗണ്ട് ടോട്ടൽ ബാലൻസ് 2 crores. ആ 2 crores P&L അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് സോ സാലറി പേയബിൾ അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. ദെൻ അടുത്ത ഷോർട്ട് ടേം കോമ്പൻസേറ്റഡ് ആബ്സെൻസസ്. അത് സാങ്ഷൻഡ് ലീവുകൾ ഉണ്ടാകും. സാധാ ആസ് യൂഷ്വൽ സൺഡേസ് അങ്ങനെയുള്ള സാധാ ലീവുകൾ കൂടാതെ നമ്മുടെ സ്ഥാപനം എംപ്ലോയീസിന് ഒരു ഇയറിൽ ഒരു നിശ്ചിത ലീവ് സാങ്ഷൻ ചെയ്യാം. അതിനെയാണ് കോമ്പൻസേറ്റഡ് ആബ്സെൻസസ് ഓർ സാങ്ഷൻഡ് ലീവുകൾ എന്ന് പറയും. അപ്പോൾ ആ സാങ്ഷൻ ചെയ്ത ലീവുകളിൽ വേണമെങ്കിൽ എംപ്ലോയീസിന് വർക്ക് ചെയ്യാം. ആ ലീവുകൾ ഒന്നുകിൽ എക്യുമുലേറ്റ് ചെയ്യാം, അടുത്ത വർഷത്തേക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെയാണ് ഷോർട്ട് ടേം കോമ്പൻസേറ്റഡ് ആബ്സെൻസസ് എന്ന് പറയാം. അതിനെ എക്യുമുലേറ്റിംഗ് ഉണ്ട്, നോൺ എക്യുമുലേറ്റിംഗ് ഉണ്ട്. എക്യുമുലേറ്റ് ചെയ്യാം, നോൺ എക്യുമുലേറ്റ് ചെയ്യാം. എക്യുമുലേറ്റിംഗ് മീൻസ് ഈ അക്കൗണ്ടിങ് ഇയറിൽ എടുക്കേണ്ടിയിരുന്ന ലീവ് എടുക്കാതെ കൺസേൺഡ് എംപ്ലോയി ഈ വർഷം ബാക്കിയുള്ള ലീവുകൾ അടുത്ത വർഷം എടുക്കുക. അടുത്ത വർഷം സാങ്ഷൻ ചെയ്ത ലീവ് കൂടാതെ എക്സ്ട്രാ ലീവുകളുടെ എണ്ണം കൂടുതൽ കിട്ടുക. അതിനെയാണ് എക്യുമുലേറ്റിംഗ് മീൻസ് എക്യുമുലേറ്റ് ചെയ്യുന്ന ലീവുകൾ എന്ന് പറയാം. ഓക്കെ, ഇനി എക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വർഷം എടുക്കേണ്ട ലീവ് ഈ വർഷം തന്നെ എടുത്തിരിക്കണം. അടുത്ത വർഷത്തേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റാതിനെയാണ് നോൺ എക്യുമുലേറ്റിംഗ് എന്ന് പറയും. അപ്പൊ എക്യുമുലേറ്റിംഗ്, ഷോർട്ട് ടേം, കോമ്പൻസേറ്റഡ് ഇതൊക്കെ ഷോർട്ട് ടേം ആണ്, ഷോർട്ട് ടേം കാറ്റഗറിയിൽ വരുന്നതാണ്. ലോങ് ടേം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. Entitlement to compensated absences falls in 2 categories. Accumulating compensated absences are those that are carried forward and can be used in future period if the current period entitlement is not used in full. അപ്പൊ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, സാങ്ഷൻ ചെയ്ത ലീവുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ആ ലീവുകൾ അടുത്ത വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. Accumulating compensated absences may be വെസ്റ്റിംഗ്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്, വെസ്റ്റിംഗ് ആൻഡ് നോൺ വെസ്റ്റിംഗ്. വെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ലീവ് എടുക്കാത്ത, സാങ്ഷൻ ചെയ്ത എടുക്കാത്ത ലീവുകളിൽ എംപ്ലോയർ ക്യാഷ് പേയ്മെന്റ് ചെയ്യണം, സാലറി പേയ്മെന്റ് ചെയ്യണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയീസ് ആർ എൻടൈറ്റിൽഡ് ടു എ ക്യാഷ് പേയ്മെന്റ് ഫോർ അൺയൂസ്ഡ് എൻടൈറ്റിൽമെന്റ് ഓൺ ലീവിംഗ് ദ എന്റർപ്രൈസസ്. അപ്പോ സാങ്ഷൻ ചെയ്ത ലീവ് ഫോർ എക്സാമ്പിൾ 10 days ആണെന്ന് കരുതുക. എംപ്ലോയി 10 days ലീവ് എടുത്തിട്ടില്ല. അപ്പൊ അതിൽ ഒരു 10 days ഒരു 7 days മാത്രമാണ് ലീവ് എടുത്തത്. അപ്പൊ 3 ദിവസം കൂടി ലീവ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ആ 3 ദിവസം ലീവ് എടുക്കുന്നില്ല. ആ 3 ദിവസത്തെ സാലറി ക്യാഷ് ആയിട്ട് സ്വീകരിക്കാം. ക്യാഷ് ആയിട്ട് നമ്മുടെ സ്ഥാപനം കൊടുക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് വെസ്റ്റിംഗ്. അത് ക്യാഷ് കറണ്ട് ഇയറിൽ തന്നെ ആവാം, അതല്ലെങ്കിൽ കമ്മിങ് പീരീഡുകളിൽ ക്യാഷ് ആയിട്ട് ആർക്ക് സ്വീകരിക്കാം, എംപ്ലോയിക്ക് സ്വീകരിക്കാം. അതിനെയാണ് വെസ്റ്റിംഗ് എന്ന് പറയാം. നോൺ വെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല, ക്യാഷ് കൊടുക്കേണ്ടതില്ല. എംപ്ലോയറായ നമ്മൾ
സാങ്ഷൻ ചെയ്ത ലീവുകളിൽ എംപ്ലോയി ലീവ് എടുക്കുന്നില്ല എങ്കിൽ ആ ലീവ് എടുക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ടതില്ല. ആ ലീവുകൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. Then it implies that when employees are not entitled to a cash payment for unused entitlement on leaving, an obligation arises and employees render services that increases their entitlement to future compensated absences. Okay. അപ്പോൾ കോമ്പൻസേറ്റഡ് ആബ്സെൻസസ് എക്യുമുലേറ്റിംഗ് ഉണ്ടാവും, നോൺ എക്യുമുലേറ്റിംഗ് ഉണ്ടാവും. നോൺ എക്യുമുലേറ്റിംഗ് ഉണ്ട്, എക്യുമുലേറ്റിംഗ് ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വെസ്റ്റിംഗ് ആൻഡ് നോൺ വെസ്റ്റിംഗ്. വെസ്റ്റിംഗ് ആണെങ്കിൽ ലീവ് എടുക്കാത്ത ദിവസങ്ങളിലുള്ള മീൻസ് ഡെയിലി ആവറേജ് സാലറി കണ്ടുപിടിച്ചിട്ട് ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. നോൺ വെസ്റ്റിംഗ് ആണെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ടതില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത വർഷത്തേക്ക് ഈ വർഷം എടുക്കാത്ത ലീവുകൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. Then expected cost of accumulating compensated absences should be recognized when employees render the services. The expected cost of accumulating compensated absences should be recognized when employees render the services that increases their entitlement to future compensated absences. So ക്യാഷ് പേയ്മെന്റ് ചെയ്താൽ ഇപ്പൊ വെസ്റ്റിംഗ് ആണെങ്കിൽ എന്തായാലും ലീവ് മീൻസ് അവൈൽ ചെയ്യാത്ത ലീവ് ഉണ്ടാവുമല്ലോ, ലീവ് എടുക്കാത്ത ദിവസങ്ങളിലുള്ള പേയ്മെന്റ് ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. അത് കറണ്ട് ഇയറിലാവാം, ഫ്യൂച്ചർ പീരീഡിലും ആവാം. ഓക്കെ, അപ്പൊ അതിനെ കറണ്ട് ഇയറിന്റെ എക്സ്പെൻസ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാം. ദെൻ accumulate non-vesting ആണെങ്കിൽ an enterprise should measure the expected cost of accumulating compensated absences as an additional amount that the enterprise expected to pay as a result of the unused entitlement that has accumulated at the balance sheet date. ഇനി ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ആ എക്സ്പെൻസസിനെ പ്രൊവിഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കറണ്ട് ഇയറിൽ തന്നെ P&L അക്കൗണ്ടിൽ അതിനെ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോ ഡിസ്റ്റിങ്ഷൻ ഷുഡ് ബി മെയ്ഡ് ബിറ്റ്വീൻ വെസ്റ്റിംഗ് ആൻഡ് നോൺ വെസ്റ്റിംഗ് എൻടൈറ്റിൽമെന്റ്. ഹൗവർ ഇൻ മെഷറിംഗ് നോൺ വെസ്റ്റിംഗ് എൻടൈറ്റിൽമെന്റ് ദ പോസിബിലിറ്റി ഓഫ് എംപ്ലോയീസ് ലീവിംഗ് ദ എന്റർപ്രൈസസ് ബിഫോർ റിസീവിംഗ് ദം ഷുഡ് ബി ടേക്കൺ ഇൻടു അക്കൗണ്ട്. അതായത് വെസ്റ്റിംഗ് ആവുമ്പോൾ എന്തായാലും ലീവ് എടുക്കാത്ത ദിവസങ്ങളിലുള്ള എമൗണ്ട് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ചെയ്യണം, എന്നിട്ട് അതിനെ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. നോൺ വെസ്റ്റിംഗ് കേസസിൽ ലീവ് എടുക്കാത്ത ദിവസങ്ങളെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത വർഷത്തെ എംപ്ലോയീസിന് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതിന് ആ പീരീഡിന്റെ എക്സ്പെൻസസിനെ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് accumulating ആൻഡ് നോൺ accumulating. നോൺ accumulating ആണെങ്കിൽ accumulating കേസസിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. നോൺ accumulating ആണെങ്കിൽ ഇത് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ബാധകമല്ല. നോൺ accumulating compensated absences, മെറ്റേണിറ്റി ലീവ്, സിക്ക് ലീവുകൾ do not carry forward and are not directly linked to the services rendered by employees in the past. Therefore, an enterprise recognize no liability or expenses recognize ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. So question number 1. Question number 1 അല്ലേ, സോറി 1 അല്ല 2. Annual salary 12 lakhs, total working days 300 days, leave allowed in a year 12 days. അപ്പോൾ ആനുവലി 12 ലക്ഷം രൂപയാണ് സാലറി എംപ്ലോയിയുടെ. വർക്കിംഗ് ഡേയ്സ് 300 ഡേയ്സ് ആണ്. സൺഡേയ്സും ബാക്കിയുള്ള ഹോളിഡേയ്സ് ഒക്കെ ഒഴിവാക്കി ഒരു എംപ്ലോയി വർക്ക് ചെയ്യേണ്ടത് 300 ഡേയ്സ് ആണെങ്കിലും അതിൽ 12 ദിവസം ലീവ് എടുക്കുക. ലീവ് ആക്ച്വലി ടേക്കൺ ബൈ എംപ്ലോയീസ് 9 ഡേയ്സ് ആണ്. അൺയൂസ്ഡ് ലീവ് വിൽ ബി സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ദാറ്റ് ഈസ് വെസ്റ്റിംഗ് ആണ്. ഇത് ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ആണ്. പ്രോബ്ലം അഥവാ വരുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആനുവൽ സാലറി 12 lakhs ആണ്.
ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 300 ഡേയ്സ് ആണ്. 365 ഡേയ്സിൽ സൺഡേയ്സ് ഉണ്ട്, ബാക്കിയുള്ള ഹോളിഡേയ്സ് ഒഴികെ. അത് കൂടാതെ ആക്ച്വലി 300 ഡേയ്സ് ആണുള്ളത്. അതിലെ എംപ്ലോയീസിന് ഒരു വർഷം 12 ദിവസം ലീവ് എടുക്കുക. ആ 12 ദിവസം ലീവ് എടുത്താലും നമ്മൾ 300 മീൻസ് ലീവ് എടുത്ത ദിവസം അടക്കമുള്ള പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ 300 ഡേയ്സിന്റെ പേയ്മെന്റ് ആണ് ആക്ച്വലി 12 lakhs. ലീവ്സ് ആക്ച്വലി ടേക്കൺ ബൈ എംപ്ലോയീസ് 9 ഡേയ്സ് ആണ്. 9 ദിവസം മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ. അൺയൂസ്ഡ് ലീവ് വിൽ ബി സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, മീൻസ് വെസ്റ്റിംഗ് ആണ്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. കാൽക്കുലേറ്റ് ദ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. P&L അക്കൗണ്ടിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിന് എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആനുവൽ സാലറി 300 ഡേയ്സ് ഉണ്ടെങ്കിൽ പോലും 12 ദിവസം കഴിച്ചിട്ട് അല്ലേ, 12 ദിവസം 12 ദിവസം ലീവ് എടുത്താൽ പോലും ഇത്ര തന്നെ കൊടുക്കണം, 12 ലക്ഷം തന്നെ കൊടുക്കണം. അപ്പോൾ 9 ദിവസം മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ, 12 ദിവസം സാങ്ഷൻഡ് ലീവ് 12 ദിവസം ആണെങ്കിലും അപ്പോൾ ലീവ് എടുക്കാത്തത് 3 ഡേയ്സ് ആണ്. ആ 3 ഡേയ്സിന്റെ സാലറി ക്യാഷ് ആയിട്ട് കൊടുക്കാം. സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് എന്നാണ്, ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന് ലീവ് ചെയ്യുന്നതിന് മുന്നേ ക്യാഷ് ആയിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് വെസ്റ്റിംഗ്. ബട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇയർലി സാലറി എത്രയാ? 12 ലക്ഷമാണ്. ആവറേജ് ഡെയിലി സാലറി കണ്ടുപിടിക്കുക. അപ്പോൾ 12 ലക്ഷം ഡിവൈഡഡ് ബൈ 300. അപ്പോൾ ആവറേജ് ഡെയിലി സാലറി 4,000 ആണ്. അപ്പോൾ സാങ്ഷൻ ചെയ്ത ലീവ് എടുക്കാത്ത 3 ഡേയ്സ് ആണ്. അപ്പോൾ 3 ഡേയ്സിന്റെ ആവറേജ് സാലറി 12,000 രൂപയാണ്. അപ്പോൾ 12,000 രൂപ ക്യാഷ് ആയിട്ട് സെറ്റിൽഡ് ആണ്. ഓക്കെ, ആ 12,12,000 രൂപയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആവറേജ് സാലറി കണ്ടുപിടിക്കുക, ആവറേജ് ഡെയിലി സാലറി കണ്ടുപിടിക്കുക, എംപ്ലോയിക്ക് സാങ്ഷൻ ചെയ്ത ലീവ് എടുക്കാത്ത ദിവസം 3 ഡേയ്സ് ആണ്. ആ 3 ഡേയ്സിന്റെ സാലറി കണ്ടുപിടിക്കുക. ആ സാലറി പ്ലസ് 12 ലക്ഷം അത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻട്രി 12 ലക്ഷത്തിന്റെ എൻട്രിയും പിന്നെ 12,000 അല്ലേ പറഞ്ഞ 12,000 രൂപയും ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലീവ് വിൽ ബി സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് 9 ഡേയ്സ്. അൺയൂസ്ഡ് ലീവ്സ് വിൽ ബി സെറ്റിൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണ്. അപ്പോൾ 12,12,000 രൂപയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ജേർണൽ എൻട്രി അടക്കം പറയുകയാണെങ്കിൽ സാലറി അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് 12,12,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധാ സ്റ്റാൻഡേർഡിൽ പറയുന്ന പോലെ നമ്പറും കൊടുക്കുക, ഇൻട്രഡക്ഷനും കൊടുത്തതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് വരുന്നതാണ് നല്ലത്. അപ്പോൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ആവറേജ് ഡെയിലി സാലറി കാൽക്കുലേറ്റ് ചെയ്യുക ഫസ്റ്റ്. ആവറേജ് ഡെയിലി സാലറി is equal to 12 lakhs divided by 300 working days. That is rupees 4,000. ഇപ്പോൾ ഡെയിലി 4,000 ആണ്. Unused leaves 12 minus 9 days ആണ് 3 days. Salaries for 3 days. Salary for 3 days 4,000 into 3, that is equal to rupees 12,000. ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത് കാൽക്കുലേറ്റ് ദ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. അപ്പോൾ
12 lakhs 12,000 ആണ് ക്യാഷ് പേയ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ, so therefore salary expenses or employees benefit expenses recognized in the P&L account, salary expenses recognized in the P&L account is equal to 12 lakhs 12,12,000 രൂപ. എൻട്രി ക്യാഷ് ആയിട്ട് സെറ്റിൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാലറി അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് 12,12,000 ആണ്. 12,000 ഈ ക്യാഷ് പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാവുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 ആനുവൽ സാലറി 12 lakhs ആണ്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 300 days. ലീവ് അലൗഡ് ഇൻ എ ഇയർ 12 days. ലീവ് ആക്ച്വലി ടേക്കൺ ബൈ ദ എംപ്ലോയി 9 days. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 സെയിം കണ്ടന്റ് ആണ്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഫസ്റ്റ് വെസ്റ്റിംഗ് ആയിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 2 വെസ്റ്റിംഗ് ആയിരുന്നു. അതായത് ലീവ് എടുക്കാത്ത ദിവസങ്ങളിലുള്ള സാലറി ക്യാഷ് ആയിട്ട് എംപ്ലോയീസ് സ്വീകരിക്കുകയാണ്, എല്ലാ എംപ്ലോയീസും സ്വീകരിക്കുന്ന കേസാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മുഴുവൻ എമൗണ്ടിനെയും എത്രയാണോ ആ എമൗണ്ടിനെ ലീവ് ഡേയിലുള്ള ആവറേജ് സാലറി എമൗണ്ടിനെ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 വെസ്റ്റിംഗ് അല്ല, നോൺ വെസ്റ്റിംഗ് ആണ്. ലീവ്സ് ആക്ച്വലി ടേക്കൺ ബൈ എംപ്ലോയീസ് 9 days തന്നെ. അൺയൂസ്ഡ് ലീവ്സ് വിൽ ബി സെറ്റിൽഡ്. അൺയൂസ്ഡ് ലീവ്സ് വിൽ ബി സെറ്റിൽഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ in the form of extra leaves. Settled in the next year in the form of extra leaves means current yearലുള്ള ബാക്കിയുള്ള 3 ലീവുകൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ്. സെറ്റിൽഡ് ആണ്. It is expected that അപ്പോൾ ബാക്കിയുള്ള ലീവുകൾ 3 കേട്ടോ. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് 2 out of 3 അൺയൂസ്ഡ് ലീവ്സ് വിൽ ബി യൂട്ടിലൈസ്ഡ്. ബാക്കി 3 ലീവാണുള്ളത്. ആ 3 ലീവുകളിൽ 2 എല്ലാവരും എല്ലാ ലീവുകളും എടുക്കണമെന്നില്ല. അപ്പൊ ഇവിടെ എസ്റ്റിമേഷൻ ചെയ്യണം. അപ്പൊ നോൺ വെസ്റ്റിംഗ് ആവുമ്പോഴേ എസ്റ്റിമേഷൻസ് വേണം. എത്ര എംപ്ലോയീസ് ഉണ്ടാവുമെന്ന് തന്നെ പറയാൻ പറ്റില്ല. എത്ര എംപ്ലോയീസ്, എത്ര ലീവുകൾ, ബാക്കിയുള്ള ലീവുകളിൽ എത്ര മാത്രം എംപ്ലോയീസ് എത്ര എംപ്ലോയീസ് ഉണ്ടാവണം എന്നുള്ള കാര്യം എസ്റ്റിമേഷൻ ചെയ്യണം. അതുകൂടാതെ ബാക്കിയുള്ള ലീവുകളിൽ എത്ര എംപ്ലോയീസ്, എത്ര ഡേയ്സ് ലീവുകൾ അവൈൽ ചെയ്യണം എന്നുള്ള കാര്യം എസ്റ്റിമേഷൻ ചെയ്തിട്ട് ഏവറേജ് ഡെയിലി എക്സ്പെൻസസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കറണ്ട് ഇയറിൽ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എസ്റ്റിമേഷൻസ് വേണം. ഏത് വെസ്റ്റിംഗ് അല്ല, നോൺ വെസ്റ്റിംഗ് ആണെങ്കിൽ എസ്റ്റിമേഷൻസ് ചെയ്യണം. അപ്പോൾ ആനുവൽ സാലറി 12 ലക്ഷം, ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 300 days ആണ്. ലീവ് അലൗഡ് ഇൻ എ ഇയർ 12 days ആണ്. ലീവ് ആക്ച്വലി ടേക്കൺ 9 ദിവസമാണ്. ബാക്കി 3 days ഉണ്ട്. അൺയൂസ്ഡ് ലീവ്സിനെ എന്ത് ചെയ്തു? ക്യാരി ഫോർവേഡ് ചെയ്തു. Extrally, it is expected that 2 out of 3 annual leaves will be utilized. Utilize ചെയ്തിട്ടുണ്ട്. Suppose employee utilized 2 days next year out of the 3 days allowed. അടുത്ത വർഷം തന്നെ അത് യൂസ് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇത് മീൻസ് ടു അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ബട്ട് നമുക്ക് നമ്മുടെ ഈ ഇന്റർ ലെവലിൽ ഇത്രയും കാര്യങ്ങളെ വേണ്ടു എന്നുള്ളതാണ്. നമ്മുടെ സിലബസിൽ ഇത്ര മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. അപ്പോൾ ഇവിടെ വെസ്റ്റിംഗ് അല്ല, നോൺ വെസ്റ്റിംഗ് ആണ്. അപ്പോൾ
ബാക്കി അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ കാരണം എല്ലാ വർഷത്തെ സാലറിന്ന് ഒരേപോലെ ആവണമെന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ സാലറി 12 lakhs ആണ്. അപ്പോൾ അപ്പോൾ എസ്റ്റിമേഷൻസ് ചെയ്യണം. എന്തൊക്കെ എസ്റ്റിമേഷൻ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു യൂട്ടിലൈസ് ദ ലീവ്. നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു യൂട്ടിലൈസ് ദ ലീവ് കണ്ടുപിടിക്കണം. അതിനെ നമ്പർ ഓഫ് യൂസ് ചെയ്യാത്ത ലീവുകളിൽ എത്ര ലീവുകൾ അവൈൽ ചെയ്യും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനെ ആവറേജ് സാലറി പെർ ഡേ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനില് ആനുവൽ സാലറി 12 ലക്ഷമാണ്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 3 days. ലീവ് അലൗഡ് 12 ദിവസം. ബാക്കിയുള്ള ദിവസം 3 ദിവസമാണ്. ഈ 3 ദിവസത്തിൽ ആ 3 ദിവസം ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാണ്. ഈ 3 ദിവസത്തിന്റെ അകത്ത് അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 2 ദിവസം എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ 2 ദിവസത്തെ അപ്പൊ എസ്റ്റിമേഷൻ 3 ദിവസം, ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ ലീവ് എടുക്കാൻ ബാക്കിയുള്ള ഈ വർഷത്തെ കറണ്ട് ഇയറിൽ 3 ദിവസം ബാക്കിയുണ്ടല്ലോ. ആ 3 ദിവസത്തിൽ അടുത്ത വർഷം നമ്മുടെ സ്ഥാപനം, നമ്മുടെ എൻറ്റിറ്റി, നമ്മുടെ കമ്പനി, നമ്മുടെ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 3 ദിവസം ബാക്കിയുണ്ടെങ്കിലും എംപ്ലോയീസ് 2 ദിവസം ലീവ് അവൈൽ ചെയ്യും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എസ്റ്റിമേഷൻ. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ 2 ദിവസത്തെ ആവറേജ് സാലറി എടുക്കുക. ആ 2 ദിവസത്തെ ആവറേജ് സാലറിനെ കറണ്ട് ഇയറിന്റെ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അതിനെ പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ട, പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ് നേരത്തേതുപോലെ തന്നെ ആവറേജ് കാൽക്കുലേഷൻ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ സ്റ്റാൻഡേർഡിന്റെ നമ്പറും പേരും കൊടുക്കണം. ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ട് മാത്രം ആൻസറിലേക്ക് വരാൻ ശ്രമിക്കുക. ആവറേജ് സാലറി same 12 lakhs divided by 300, that is equal to 4,000 rupees. 4,000. അപ്പോൾ ആക്ച്വലി കറണ്ട് ഇയറിൽ ബാക്കിയുള്ള നമ്പർ ഓഫ് അൺയൂസ്ഡ് ലീവുകളുടെ ഡേയ്സ് 3 days ആണ്. അത് അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 2 യൂസ് ചെയ്യും എന്നുള്ളതാണ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് അൺയൂസ്ഡ് ലീവ്സ് 3 അല്ല 2 days ആണ് കേട്ടോ. അൺയൂസ്ഡ് ലീവ്സ് ടു ബി യൂട്ടിലൈസ്ഡ് ആവറേജ് സാലറി 4,000 ആണ്. സോ 4,000 into 3 വേണ്ട, എക്സ്പെക്ട് ചെയ്യുന്ന 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000 rupees. 8,000. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആനുവൽ സാലറി എക്സ്പെൻസ് എത്ര? 12 lakhs ആണ്. അപ്പോൾ ഈ അതുകൂടാതെ 8,000 rupeesന് കൂടി ഈ വർഷം അതിനെ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഇത് വെസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ 3 ദിവസം ലീവ് എടുക്കാമെങ്കിൽ പോലും അവർ ലീവ് എടുക്കാതെ വന്ന് വർക്ക് ചെയ്തതാണ് ആയതുകൊണ്ട് 3 daysന്റെ ആവറേജ് സാലറി അടക്കം എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് ഇവിടെ നോൺ വെസ്റ്റിംഗ് ആണ്. കാൽക്കുലേഷൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ therefore expenses recognized, employees benefit expenses, ഇവിടെ salary recognized is equal to rupees 12,08,000 ആണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അതിൽ സപ്പോസ് 12 lakhs ക്യാഷ് പേയ്മെന്റ് ചെയ്തു എന്ന് കരുത്. സോ ഇതിനെ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ സാലറി അക്കൗണ്ട് ഡേറ്റർ, എൻട്രി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ പലതരത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. സാലറി അക്കൗണ്ട് ഡേറ്റർ സപ്പോസ് എത്ര? 12,08,000 to cash or bank, 12 lakhs to salaries payable or provisioning, എങ്ങനെ വേണമെങ്കിലും ആവാം. പേയബിൾ ഓർ പ്രൊവിഷൻ എത്രയാണ്?
8,000. സോ ഈ പ്രൊവിഷന് ഈ വർഷം ബാലൻസ് ആയിട്ടുണ്ടാവും. അടുത്ത വർഷം അപ്പൊ ആക്ച്വലി ഇത് കറണ്ട് ഇയറിൽ 300 ഡേയ്സ് ആണെങ്കിലും 300 ഡേയ്സ് ആണ്. അതിൽ ആക്ച്വലി വർക്ക് ചെയ്ത 291 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ചെയ്യുന്നത് 300 ഡേയ്സിൻ്റെതാണ്. ഇത് ലാസ്റ്റ് ഇയറിൽ എന്താ പറയുക, ലാസ്റ്റ് ഇയറിൽ ലീവിന്റെ ലാസ്റ്റ് ഇയർ സാലറി എക്സ്പെൻസ് എത്ര തന്നെ, സപ്പോസ് 12 lakhs ആണെങ്കിൽ 12 lakhs ആണ്. അതിൻ്റെ അകത്ത് ഈ വർഷത്തെ ബാക്കിയുള്ള ലീവ് ക്യാരി ഫോർവേഡ് ചെയ്തത് 3 ഡേയ്സിൻ്റെതാണ്. 3 ഡേയ്സിൻ്റെതാണെങ്കിൽ നമ്മുടെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നതും അത് എംപ്ലോയീസ് ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എടുത്തതും 2 ഡേയ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാഷ് പേയ്മെന്റ് ലാസ്റ്റ് കമ്മിങ് അക്കൗണ്ടിങ് ഇയറിൽ 12 lakhs-ഉം സാലറി എക്സ്പെൻസസ് 11,92,000 വരെ. ഓക്കെ, അപ്പൊ കറണ്ട് ഇയറിന്റെ കാര്യമാണ് ചോദിച്ചിരുന്നത്. അപ്പൊ കറണ്ട് ഇയറിന്റെ റെക്കഗ്നൈസ് ചെയ്യേണ്ട മീൻസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് 12,08,000 ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ്. എന്റർപ്രൈസ് ഹാസ് 100 employees, 100 employees ഉണ്ട്. who are each entitled to 5 working day of leave for each year. അപ്പോൾ ഓരോ ഇയറിൽ 5 ദിവസം ലീവ് എടുക്കാം. അൺയൂസ്ഡ് ലീവ് മേ ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ 1 calendar year. വെസ്റ്റിംഗ് അല്ല, നോൺ വെസ്റ്റിംഗ് ആണ്. ക്യാരി ഫോർവേഡ് ചെയ്യാം. ദ ലീവ് ഈസ് ടേക്കൺ ഫസ്റ്റ് ഔട്ട് ഓഫ് current year's entitlement and then out of any balance brought forward from the previous year. That is leave of basis ആണ്. കറണ്ട് ഇയറിൽ അവൈലബിൾ ആയിട്ടുള്ള ലീവ് ആദ്യം എടുക്കുക, അതിനുശേഷം എക്സ്ട്രാ വരുമ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ എടുക്കുക. ദാറ്റ് ഈസ് ലിഫോ. ഫിഫോ ഒന്നും പറയുന്നില്ലെങ്കിൽ എപ്പോഴും ഫിഫോ ഫോളോ ചെയ്യാം. ദ ലീവ് ഈസ് ടേക്കൺ ഫസ്റ്റ് ഔട്ട് ഓഫ് ദ current year's entitlement. ലാസ്റ്റ് വന്ന ലീവ്, ഓൾറെഡി ലീവ് അവൈലബിൾ ആണ്, പഴയ ലീവ്, അതാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആവുകയും. ഓക്കെ, ഇവിടെ ലിഫോ ആണ്. അപ്പൊ ഒന്നും പറയാത്ത സിറ്റുവേഷനിൽ ഫസ്റ്റ് ഫിഫോ എടുക്കാം. ഇവിടെ ലിഫോ ആണ്. അറ്റ് 31st December 2024 എന്ന് പറയാം. ദ average unused entitlement is 2 days per employee. Average 2 day ആണ്. The enterprise expected based on past experience which is expected. അപ്പോൾ വെസ്റ്റിംഗ് ആകുമ്പോൾ എസ്റ്റിമേഷൻസ് വേണ്ട, നോൺ വെസ്റ്റിംഗ് ആണെങ്കിൽ എസ്റ്റിമേഷൻസ് വേണമല്ലോ. എത്ര എംപ്ലോയീസ് അൺയൂസ്ഡ് ലീവുകൾ എടുക്കാമെന്നുള്ള എസ്റ്റിമേഷൻ വേണം. അൺയൂസ്ഡ് ലീവുകളിൽ എത്ര ലീവ് യൂസ് ചെയ്യും എന്നുള്ള എസ്റ്റിമേഷൻസ് വേണം. ആവറേജ് സാലറീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കറണ്ട് ഇയറിൽ എക്സ്പെൻസസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ. ഓക്കെ, ദ എന്റർപ്രൈസ് എക്സ്പെക്ട് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് എക്സ്പീരിയൻസ് വിച്ച് ഈസ് എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂ ദാറ്റ് 92 employees will take no more than 5 days of leave in 2025. സോ എന്തായാലും 92 മോർ ദാൻ 5 days എന്തായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദെൻ ആൻഡ് that the remaining 8 employees will take an average of 6.5. അപ്പോൾ അലൗഡ് കറണ്ട് ഇയറിൽ ഓരോ വർഷം അലൗ ചെയ്യുന്ന 5 years ആണ്, 5 days ആണല്ലോ. സോ കൂടുതൽ 1.5 days ആയി. ദ എന്റർപ്രൈസ് എക്സ്പെക്ട് ദാറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആണ്, ഇതിന്റെ സൊല്യൂഷൻ ആണിത്. ദ എന്റർപ്രൈസ് expect that it will pay an additional 12 days of pay as a result of the unused entitlement. അങ്ങനെ 12 days വരുന്ന 92 employees എന്തായാലും 5-ൽ കൂടുതൽ ദിവസം ലീവ് എടുക്കില്ല കമ്മിങ് ഇയറിൽ. അപ്പോൾ അൺയൂസ്ഡ് ലീവ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള 8 പേരാണ്. അപ്പോൾ ഓക്കെ, and the remaining 8 will take an average of 6.5 day each.
6.5 ഡേ എന്ന് പറയുമ്പോൾ 5, അപ്പോൾ 1.5 ഡേ ആയി. അപ്പോൾ 8 into 1.5, അപ്പോൾ 12 days ആയി. As a result of the unused entitlement that has accumulated at 31st December 2024, 1.5 day each for 8 employees. Therefore, the enterprise is recognized liability as at 31st December 2024 equal to 12 days of pay. അപ്പോൾ 12 ദിവസത്തെ സാലറിയെ എക്സ്പെൻസസ് ആയിട്ട് P&L അക്കൗണ്ടിൽ റെക്കഗ്നൈസ് ചെയ്യണം, അതിനെ പ്രൊവിഷൻ ആയിട്ട് ക്രെഡിറ്റും ചെയ്യാം, ലാബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നോൺ അക്യുമുലേറ്റിംഗ് ആണെങ്കിൽ എക്സ്പെൻസസിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിയറി പാർട്ട് നല്ലതുപോലെ വായിച്ചാൽ മാത്രമേ സ്റ്റാൻഡേർഡുകൾ മനസ്സിലാവുള്ളൂ.